പണിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതിന് ഫൈൻ അടക്കണം. ഈ വണ്ടി നശിപ്പിച്ചതിന്, ഈ മതിൽ നശിപ്പിച്ചതിന് എല്ലാം കോമ്പൻസേഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ പിടിച്ചകത്തിടും. ഒടുവിൽ അമേരിക്കൻ സൈന്യാധിപന്മാർ, അവിടുത്തെ പ്രധാന പ്രമുഖർ ഇടപെട്ടു. ആലഞ്ചേരി ആയതുകൊണ്ട് തന്നെ ഇതൊരു ആക്സിഡൻ്റായിട്ട് മാറ്റി. ഇവർക്ക് കുറേ ഫണ്ടുണ്ട്, റിസർവ് ഫണ്ടുണ്ട്, അവർക്ക് അവിടെ ചിലവഴിക്കാവുന്നത്. ആ ഫണ്ട് എടുത്ത് കൊടുത്ത് വണ്ടിക്കും മറ്റുള്ള പൈസയും കൊടുത്ത് ആലഞ്ചേരിയെ രക്ഷപ്പെടുത്തി വിട്ടു. ഇങ്ങനെ ആലഞ്ചേരി പോയിടത്തെല്ലാം ഓരോ പുകിലും ഒപ്പിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഊരിപ്പോന്നാണ് ആലഞ്ചേരി ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇനിയുണ്ട് ആലഞ്ചേരിയുടെ കഥ. ഇത്രയും കഥകളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ സെഡോണയിലേക്ക് എത്തി. രാത്രി 12:30, ഏതാണ്ട് 1 മണിയെങ്കിലും ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അരമണിക്കൂർ നേരത്തെ ആലഞ്ചേരി സെഡോണയിൽ എത്തിച്ചു. അങ്ങനെ സെഡാർസ് റിസോർട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ ചെല്ലുമ്പം 1-2 ലൈറ്റൊക്കെ അവിടെ പാർക്കിംഗ് തെളിഞ്ഞ് കിടപ്പുണ്ട്. പാർക്കിംഗ് നിറയെ വണ്ടികളാണ്. അപ്പോൾ പറഞ്ഞത് ശരിയാണ്, ആ ഹോട്ടൽ മുഴുവൻ ബുക്കിംഗ് ആണെന്ന് മനസ്സിലായി. അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നിടത്ത് ഞങ്ങൾ വണ്ടി ഇട്ടു, ലഗേജെല്ലാം പുറത്തെടുത്തു, നടുവൊക്കെ നിവർത്തി ഞങ്ങൾ ചെന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞ സാധനം ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി ചെന്നിട്ട്